സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ.ഡി. ചോദ്യം ചെയ്തതിൽ നടൻ ജയസൂര്യ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പരസ്യവുമായി വരുന്നവർ തട്ടിപ്പുകാരാണെന്ന് ഊഹിക്കാനാവില്ലെന്നാണ് ജയസൂര്യയുടെ പ്രതികരണം. നിയമാനുസൃതമായാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത്. ചോദ്യം ചെയ്യാൻ ഇ.ഡി. വീണ്ടും സമൻസ് അയച്ചു എന്ന വാർത്ത കള്ളമാണെന്നും ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. ഷബാസ് അഹമ്മദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷബാസ് അഹമ്മദ്, വെരി ഗുഡ് മോർണിംഗ്. ഷബാസ് അഹമ്മദ്, സേവ് ബോക്സ് തട്ടിപ്പ് വലിയ ഒരു തട്ടിപ്പായിരുന്നു എന്നത് പുറത്തു വരുമ്പോൾ നമ്മളെല്ലാം ഞെട്ടി. നമ്മളിൽ തന്നെ പലരും ചില സുഹൃത്തുക്കളെ ഈ സേവ് ബോക്സ് ആപ്പിൽ പോയി തലവെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ഇ.ഡി. വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കെയാണ് ജയസൂര്യ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് ജയസൂര്യ പറയുന്നത് ന്യായീകരിക്കാനായി? ഷബാസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ജയസൂര്യ ഇപ്പോൾ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയാണ് നടൻ ജയസൂര്യയെ ഇതുമായി ബന്ധപ്പെട്ട് ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നത്. ഈ 2 തവണയും നൽകിയ മൊഴികൾ പരിശോധിച്ച ശേഷമാണ് വീണ്ടും ജനുവരി 7-ാം തീയതി വീണ്ടും ഹാജരാകണമെന്ന കാര്യം ഇ.ഡി. സമൻസായി ജയസൂര്യയെ അറിയിച്ചത്. ഇക്കാര്യത്തിലാണ് ജയസൂര്യ ഒരു വിശദീകരണം നൽകുന്നത്. 7-ാം തീയതി തന്നെ ഹാജരാകാൻ വിളിപ്പിച്ചിട്ടില്ല എന്നതാണ് ജയസൂര്യ പറയുന്നത്. അത്തരത്തിൽ നടക്കുന്നത്, അങ്ങനെ തന്നെ വിളിപ്പിച്ചു എന്ന തരത്തിൽ നടക്കുന്നത് നുണപ്രചാരണമാണ് എന്നതാണ് ജയസൂര്യയുടെ വിശദീകരണം. ഒപ്പം പരസ്യവുമായി കമ്പനികൾ ബന്ധപ്പെടുമ്പോൾ അവർ തട്ടിപ്പുകാരാണോ എന്ന കാര്യം നേരത്തെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് ജയസൂര്യ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം അത് നിയമാനുസൃതമായി മാത്രം നടക്കുന്നവയാണ് എന്നതാണ് ജയസൂര്യയുടെ വിശദീകരണം. പക്ഷേ ഈ പരസ്യ കരാറിലൂടെ ജയസൂര്യയ്ക്ക് ലഭിച്ച പണം അത് ഈ തട്ടിപ്പ് പണത്തിന്റെ ഭാഗമാണോ എന്ന സംശയമടക്കം ഇ.ഡിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജയസൂര്യയെ മൂന്നാമതും വിളിപ്പിക്കുന്നത്. ഈ ജയസൂര്യയ്ക്ക് ലഭിച്ച പണം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളടക്കം ഇ.ഡിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 തവണ വിളിപ്പിച്ച് മൊഴിയെടുത്ത ശേഷവും ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ 3-ാം തവണ വീണ്ടും ജയസൂര്യയെ വിളിപ്പിക്കാൻ ഇ.ഡി സമൻസ് നൽകിയിരിക്കുന്നു. അത്തരത്തിൽ 3-ാം തവണ വിളിപ്പിച്ചാൽ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്താനാകുമെന്ന ഒരു നിഗമനത്തിലാണ് ഇ.ഡി ഉള്ളത്. ഒപ്പം ഈ സേവ് ബോക്സ് ആപ്പ് ഉടമയായ സോത്തിക് റഹിയുമായി ജയസൂര്യയ്ക്കുള്ള ബന്ധവും ഇ.ഡി വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ പരസ്യക്കരാർ മാത്രമാണ് തങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നായിരുന്നു ജയസൂര്യ അന്ന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും മറ്റു സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമടക്കം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റു നിരവധി താരങ്ങളും ഈ സേവ് ബോക്സ് ആപ്പിന്റെ പരസ്യത്തിൽ ഈ ബ്രാൻഡ് അംബാസിഡർമാരായി പങ്കെടുത്തിട്ടുണ്ട്. അവർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന കാര്യമടക്കം ഇ.ഡി വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ഷബാസ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജയസൂര്യക്ക് വീണ്ടും ഇ.ഡി നോട്ടീസ് അയക്കും എന്നാണ് ഇ.ഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചത്. ജയസൂര്യ കരുതുന്നത് ഇ.ഡി അന്വേഷണമൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്നാണ്. അങ്ങനെയല്ല, കൂടുതൽ അന്വേഷണം ഉണ്ടാവും, കൂടുതൽ വ്യക്തത വരുത്തും. 1 കോടി രൂപ ജയസൂര്യ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആവാൻ വാങ്ങി എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തട്ടിപ്പിന്റെ തുകയാണോ എന്നുള്ളതാണ്. സാധാരണ ഇ.ഡി ഇത്തരം കേസുകളൊക്കെ പരിഗണിക്കുന്നത് ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി ലഭിച്ച ലാഭം, സാമ്പത്തിക ലാഭം ഒരാൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇ.ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും. നമ്മളതിനെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നാണ് പറയുക. അത് സേവ് ബോക്സ് തട്ടിപ്പ് കേസിൽ ജയസൂര്യയ്ക്കും ബാധകമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് പ്രൊഫഷണലായിട്ട് താൻ വാങ്ങിയ പൈസയാണ്, അത് ചട്ടപ്രകാരമാണെന്ന് ജയസൂര്യ പറയുന്നു. ഇ.ഡിക്ക് അതിൽ സംശയമുണ്ട്. വരട്ടെ, അന്വേഷണം നടക്കട്ടെ. ആ പേര് ഞെട്ടിച്ചു കളഞ്ഞു നമ്മളെ. സേവ് ബോക്സ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ആ ആപ്പിലാണ് വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്.